ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അതിനായിട്ടൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പോളം അരിപ്പൊടി മതിയാവും. മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി ഇടുക. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, അതാവുമ്പോൾ ഇത്രയും കൂടി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഇതിനാവശ്യമായ ഉപ്പ് കുറച്ചിടുക. പിന്നെ കുറച്ച് മുളക് പൊടി, ചെറുതായിട്ടൊരു എരിവിന് വേണ്ടി, കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കുറച്ച് മുളക് പൊടി ഇടുക. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർക്കണേ. പിഞ്ചോളം സോഡാപ്പൊടി നമ്മൾ ചേർക്കണം. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ സവാള അരിഞ്ഞു വെച്ചതും പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്തോളൂ, അതുകൊണ്ട് ഒരു പൊടിക്ക് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചേക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ട് പാൻ ചൂടാക്കാം. നമുക്കിത് ഫ്രൈ ചെയ്യാൻ എടുക്കാം. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവശ്യമായ വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഷേപ്പ് വേണമെങ്കിൽ നന്നായിട്ട് റൗണ്ട് ചെയ്തിട്ട് കൊടുക്കണം. നമ്മളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരിപ്പോടൊക്കെ കൊടുക്കണം. അവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഇതാണ്. തീ ഒന്ന് കുറച്ചിട്ട് നമുക്കിതൊന്ന് കയ്യെ മറിച്ചിട്ട് നോക്കാം. 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. ഇത് മുറിഞ്ഞ് കരിഞ്ഞ് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. ഒന്നുകൂടെ തിരിച്ച് വരും. ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് എടുത്ത് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ചായ ഏകദേശം തിളക്കാനായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ചായക്ക് ഇടാം. അപ്പം നമ്മുടെ ഉള്ളിവടയും ചായയും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്.